ഈ കവിതാ രചന എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നന്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കവിയുടെ കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. കൃത്യമായ, ഞാൻ കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചല്ല പറയുന്നത്, കൃത്യമായ നിലപാടുള്ളൊരു കവി. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, പ്രതികരണങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം പോലും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട്. എങ്ങനെയാണ് അതിനെ ഈ ഒരു കാര്യത്തെ കാണുന്നത്, ഈ തൻ്റെ നിലപാടുകളെ ഈ സമൂഹമധ്യത്തിൽ അതിനെ സ്വീകരിക്കപ്പെടുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച്? സമൂഹം സ്വീകരിക്കുന്നു ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കേരളത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുകയോ നാട് കടത്തുകയോ ഒക്കെ ചെയ്യുമായിരുന്നല്ലോ. അങ്ങനെ ഒരു ഉത്തരേന്ത്യൻ സ്വഭാവമുള്ള സമൂഹമല്ല കേരളീയ സമൂഹം. ഈ ഒരു രാഷ്ട്രീയ സമീപനം പഴയകാല കവികൾ തൊട്ടേ ഉണ്ട്. അതായത് കൃഷ്ണൻ്റെ മുഖത്ത് നോക്കിയിട്ട് അഭിമന്യുവിനെ കണ്ട് വിഷമിക്കുന്ന ഗാന്ധാരി, കൊല്ലാതെ കൊള്ളാഞ്ഞത് എന്തവൻ തന്നെയും കൊല്ലിക്ക് എത്രയും നിനക്ക് രസമിടുമെന്ന് പറയുന്നതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതൊരു മനുഷ്യപക്ഷ നിലപാടാണ്. ഈ കുഞ്ഞിനെങ്കിലും കൊല്ലാതെ നീ രക്ഷിക്കാഞ്ഞെന്ത് എന്ന് ഒരു അമ്മയുടെ മുഴുവൻ വേദനയും ഉൾക്കൊണ്ട് നമ്മൾ പറയുന്നത്. ഇപ്പം നമുക്കും ഇപ്പോൾ പല യുദ്ധങ്ങൾ നടക്കുമ്പോൾ അതേ നമുക്കും തോന്നുകയാണ്. ഭക്തകവിയായിട്ട് നമ്മൾ വിലയിരുത്തിയിട്ടുള്ള പൂന്താനം കൃപ കൂടാതെ ഉള്ള രാജാക്കന്മാർ കൃമിയായിട്ട് പിറക്കും എന്ന് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ പുരാതന പഴയ കവികൾ, നാടൻപാട്ടുകാരടക്കമുള്ള പഴയ കവികൾ പോലും ഈ ഒരു ജനപക്ഷ രാഷ്ട്രീയമുണ്ട്. വേദനിക്കുന്ന മനുഷ്യനോടൊക്കെ നിൽക്കുക എന്നുള്ളത് രാഷ്ട്രീയമുണ്ട്. അതിങ്ങോട്ട് വളർന്ന് വന്ന് ചങ്ങമ്പുഴയിലൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ പ്രകടമായിട്ട് ഉണ്ട്. ദൈവം തുടങ്ങിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളെ ചങ്ങമ്പുഴ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. ശ്രീരാമനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. കുമാരനാശാൻ സീതയെക്കൊണ്ട് ശ്രീരാമനെ നന്നായിട്ട് വിമർശിക്കുന്നുണ്ട്. ഓരോ കവികളും, ഉള്ളൂർ തന്നെ ഈ ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലിച്ച് നോട്ടെഴുതിയ ഒരു സെക്രട്ടറിയാണ്. അപ്പോൾ അതിന് ചില കവിതകളിലും അങ്ങനെയുണ്ട്. ഈ കുറേ സായിപ്പന്മാരെ കാണാനായിട്ട് കുറേ ബ്രാഹ്മണന്മാരെല്ലാം ചെല്ലുന്നതും അവിടെ വെച്ച് ഈ സതി എന്ന് പറയുന്നത് ഞങ്ങളുടെ രാജാരാണ്, അത് നിർത്തലാക്കരുതെന്ന് പറയുന്നത്, അങ്ങനെ ഭർത്താവ് മരിച്ചാൽ ഇങ്ങനെ ചിതയിൽ ചാടി മരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ ആചാരമാണ്. അത് നിരോധിക്കരുതെന്ന് പറയുമ്പോൾ സായിപ്പകത്ത് പോയിട്ട് ഒരു തോക്കെടുത്ത് എന്നിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് വെടിവെച്ച് കൊല്ലുക എന്നൊരു ആചാരം ഞങ്ങൾക്കുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഉള്ളൂർ പോലും. ശരി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വയലാറിൽ വളരെ ശക്തമാണ് ഇത് കാണുന്നുണ്ട് രാഷ്ട്രീയം. തിരുനെല്ലൂരിൽ വളരെ ശക്തമായിട്ട് ഈ രാഷ്ട്രീയം കാണുന്നുണ്ട്. ONVയിൽ അതിശക്തമായിട്ട് ഈ രാഷ്ട്രീയം കാണുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന ഓരോ കടമ്മനിട്ട രാമകൃഷ്ണൻ കുറത്തേ നിങ്ങൾ വളരെ പ്രകടമായ എന്ന് പറയുന്നത് അത് അതിനപ്പുറം ഒരു ചോദ്യമില്ലല്ലോ. ഇല്ല. അപ്പം മുമ്പേ പോയിട്ടുള്ള എല്ലാ കവികളും ഈ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ഇടപ്പള്ളി രാഘവപിള്ള കവിതയുടെ കാരണം പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്. എനിക്കുമുണ്ട് ഏതോ ചിലതെല്ലാം ഒഴിപ്പരപ്പനോടൊന്ന് പറഞ്ഞു പോകാൻ. എനിക്ക് ലോകത്തോടെന്നെല്ലാം ചിലത് പറയാനുണ്ട്. എന്തായിരിക്കും പറയുന്നത്? തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ പ്രശ്നം തന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ ധാരയാണ്. ആ ധാരയുടെ ഒരു ഇങ്ങേറ്റത്തുള്ള ഒരു ചെറിയ ഘടകമല്ലേ ഞാൻ. അപ്പോൾ എനിക്കിത് പറഞ്ഞല്ലേ തീരുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് യുദ്ധങ്ങളുടെ ലോകം, അസമത്വങ്ങളുടെ ലോകം, അശാന്തിയുടെ ലോകം. ഇവിടെ വന്നിട്ട് നമുക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെയാണ് ഞാനും ഇക്കൂട്ടൽ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഞാൻ കണ്ടുപിടിച്ചതല്ല. നാരായണ ഗുരു പറഞ്ഞു, ഞാൻ ജാതിയിൽ വിശ്വസിക്കുന്നില്ല, മതത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ദൈവത്തിൽ മാത്രമേ, ദൈവം ചെകുത്താൻ അതിനകത്ത് മാത്രമേ എനിക്ക് വിശ്വാസം ഇല്ലാതെയുള്ളൂ. ഭരണഘടനയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പ്രണയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മറ്റേതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അതൊരു തെറ്റാണെന്ന് പറയുന്ന ഒരു സമൂഹം ഒരു പക്ഷേ കണ്ടത്, ശരിയാണെന്ന് പറയുന്ന സമൂഹം അതിനേക്കാൾ കൂടുതലുണ്ട്. വളരെ പ്രകടമായിട്ട് എനിക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വായിച്ച കവിത എന്ന് പറയുന്നത് ഞാൻ 10-14 വർഷമായിട്ട് FBയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം നമ്മൾ വായിക്കുന്ന ഒരു കവിത അതിനകത്ത് പോസ്റ്റ് ചെയ്യാം. ഒരു കവിത ഒരു ദിവസം ഒരു 100 കൂടുതൽ ആളുകൾ വായിക്കുകയാണ്. ഈ മെനഞ്ഞാന്ന് കൊടുത്തൊരു കവിത 800 പേര് വായിച്ചിരിക്കും. കണ്ടവരുടെ എണ്ണം ലക്ഷങ്ങളാണ്. അയ്യപ്പണിക്കരുടെ കവിത എഴുതുന്ന സമയത്ത് ലക്ഷങ്ങൾ കൂടുതൽ ആളുകൾ ഈ കവിത കാണുന്നുണ്ട്. കുറേ ആൾ വായിക്കുകയും ചെയ്യും. ലൈക്ക് ചെയ്യുന്നൊരു ലക്ഷണമാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഈ ജനപിന്തുണ എങ്ങനെ ഉണ്ടാകുന്നു? ഒരു ശത്രുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരാരും ഇത് വായിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം വായിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു അനുകൂല സാഹചര്യം കേരളത്തിലുണ്ട്. കേരളം മറന്നു പോകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളീയത നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
കേരളീയനാണ് എന്നുള്ളൊരു അഭിമാന ബോധം നമുക്ക് ഉണ്ടാകണം. നമ്മൾ ഇന്ത്യക്കാരൊക്കെ തന്നെയാണ്, ഇന്ത്യക്കാരാണെന്നുള്ളൊരു യാതൊരു തർക്കവുമില്ലല്ലോ. ഗംഗ എന്ന് പറയുന്നത് നമ്മുടെയും കൂടെ നദിയാണ്, ഹിമാലയം നമ്മുടെയും കൂടെ പർവ്വതമാണ്, അതെല്ലാം ശരിയാണ്, അതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് നമ്മൾ. പക്ഷേ അതിനപ്പുറം കേരളീയരും കൂടിയാണ് നമ്മൾ. മലയാളം എന്നുള്ളത് നമ്മുടെ മാതൃഭാഷയാണ്. മലയാളം കൊള്ളാവുന്നൊരു ഭാഷയാണ്. ഹിന്ദി മാത്രമല്ല ഇന്ത്യയിൽ കൊള്ളാവുന്ന ഭാഷയുള്ളത്, മലയാളവും കൊള്ളാവുന്നൊരു ഭാഷയാണ്. മറ്റ് പല ഭാഷകളിലും ഇല്ലാത്ത അക്ഷരങ്ങൾ, ഴാതിറങ്ങിയിട്ടുള്ള അക്ഷരങ്ങളുള്ള അതിമഹത്തായ ഒരു ഭാഷയാണ് നമ്മുടെ ഭാഷ. ഈ ഭാഷയിൽ മലയാളിക്ക് എത്ര അഭിമാനമുണ്ട്. വേറെന്നുള്ളത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷികളായിട്ടുള്ളവരും സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത ആൾക്കാരും അവരെ എത്ര പേരെ മലയാളികൾ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്നുണ്ട്. വക്കം ഖാദറിനെ പോലെ രക്തസാക്ഷി, വയ്യാരത്തെ ശങ്കരൻ അടികൊണ്ട് വിഷമിച്ച എത്രയും ആൾക്കാർ, സേലം ജയിലിൽ വെടിയേറ്റ് വീണവർ മനുഷ്യർ, പുനഃപ്രവലാർ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാർ, കേളപ്പൻ, AKG, KP കേശവനൻ, ഒരല്പം ചോറിന് വേണ്ടിയിട്ട് ജയിലഴിക്ക് കീഴിക്കൂടെ വസ്ത്രം ഉരിച്ചു കൊടുത്തിട്ട് അതിനകത്തിട്ട് അല്പം വറ്റെടുത്ത് കഴിക്കുന്ന KP കേശവനൻ. അങ്ങനെയുള്ള ആൾക്കാരുടെ അഭിമാനബോധം നമുക്കുണ്ടാവണ്ടേ? അതെ, അവർ മുഖേനയല്ലോ ഇന്ത്യമാരെ ഇതിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളീയരാരും ഇല്ല എന്നുള്ളൊരു തോന്നലിലാണ് ഇപ്പോൾ കുട്ടികൾ പോലും. അതെ, അവർ പഠിക്കുന്ന പാഠങ്ങളിലൊന്നും അതില്ല. ഇല്ല. അത് മാത്രമല്ല, സ്വാതന്ത്ര്യ ദിനത്തിൽ അന്നൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ട് ജാഥ നടത്തിപ്പിക്കുന്ന സമയത്ത് മുഴുവൻ ഗാന്ധി, മുഴുവൻ നെഹ്റു, സുഭാഷ് അവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. അവരൊക്കെ നേതാക്കന്മാർ തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഈ കുഞ്ഞു രാജ്യത്തു നിന്ന് ആളുകളുണ്ട്, രക്തസാക്ഷികളായവരുണ്ട്. വക്കം ഖാദർ അദ്ദേഹത്തിൻ്റെ പിതാവിന് എഴുതുന്നൊരു കത്തുണ്ട്, വായിച്ച് നമ്മൾ വല്ലാതെ വേദനിച്ചു പോകും. ആ മനുഷ്യൻ അവസാനമായിട്ട് പറയുന്നത് ഒരു കവിതയാണ്. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്ന ഞാൻ. പിള്ളേർ കവിതയും വായിച്ചിട്ടാണ്, കവിതയും മനസ്സിൽ കൊടുത്തുണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം തൂക്കുമേടയിൽ നടന്നു പോയത്. അപ്പോൾ ഇതൊക്കെ ഈ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവി ദിവസം കുട്ടികളുടേതായ വലിയ ജാഥകളും മറ്റും കേരളത്തിലുണ്ടാകണം. ഈ ബാലഭോഗത്തിന് കുട്ടികളെ വിടുന്നത് തെറ്റാണ്. കാര്യം അപ്പോൾ കുരുന്ന മനസ്സിൽ തന്നെ അവരുടെ ഉള്ളിൽ ഈ മതപരമായ വിഷം എത്തിക്കുകയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ഉപബോധം അനുസരിച്ച് ഉണ്ടാവുകയും വളർന്നു വരുമ്പോൾ രാമനെ വെച്ചിട്ട് വോട്ട് ചോദിക്കുമ്പോൾ വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഇയാൾ മാറുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് അതിന് കുഞ്ഞുങ്ങൾ വിടുന്നതിന് പകരം നമുക്ക് നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനം വളരെ മനോഹരമായിട്ട് വലിയ രീതിയിൽ ആഘോഷിക്കാം. നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ട് വക്കം ഖാദറിൻ്റെ വേഷം കെട്ടിപ്പിക്കുക, വയ്യാരത്തെ ശങ്കരൻ്റെ വേഷം കെട്ടിപ്പിക്കുക, AKGയുടെ വേഷം കെട്ടിപ്പിക്കുക. അങ്ങനെ ഒരു കേരളീയ ബോധം കുട്ടികൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ വലിയ പാട്ടുകാർ, ശാസ്ത്രജ്ഞന്മാർ, EK ജാനകിമാരുടെ പേരുള്ള വലിയ ശാസ്ത്രജ്ഞർ, അവരാണ് ഈ മധുരം കൂടിയ കരിമ്പ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. കൂടുതൽ പഞ്ചസാര കിട്ടുന്ന രീതിയിലുള്ള കരിമ്പ് വികസിപ്പിച്ചെടുക്കുന്നത് ജാനകിമാരാണ്. അവരുടെ പിൻഗാമികളായിട്ടുള്ള ആളുകൾ പുതിയൊരു റോസാപ്പൂ വികസിപ്പിച്ചെടുത്തപ്പോൾ അവർക്ക് മഞ്ഞ നിറം ഇഷ്ടമായെന്നുള്ള കാരണം പ്രത്യേക രീതിയിലുള്ള മഞ്ഞ നിറത്തിലുള്ള പൂവിനെ ജാനകിയമ്മ പൂവെന്നാണ് പേരിട്ടിരിക്കുന്നത്. മാധവൻ, പിന്നെ ഗണിതശാസ്ത്രജ്ഞനായ മാധവൻ, സ്വാമിനാഥനെ പോലെയുള്ള വലിയ കൃഷിശാസ്ത്രജ്ഞന്മാർ, എത്രയോ പേരാണ്. BK കൃഷ്ണനെ പോലുള്ള ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര പൗരത്വം അവകാശപ്പെടാവുന്ന വലിയ മനുഷ്യർ, അങ്ങനെയുള്ളവരുടേതാണ് കേരളം. സിനിമ, ജോളം ബ്രൗനെ പോലുള്ള സിനിമക്കാരനുണ്ടോ ഇന്ത്യയിൽ? ടിക്കറ്റിൻ്റെ പൈസ ആദ്യം തരണം എന്നിട്ട് ഞാൻ ഇപ്പോൾ സിനിമ എടുത്ത് ഞങ്ങൾ ഫ്രീ ആയിട്ട് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അത് നടപ്പിലാക്കിയ മനുഷ്യൻ വേറെ ആരുണ്ട്? ചൂണ്ടിക്കാണിക്കാൻ ആരുണ്ട്? വലിയ സംഗീത സംവിധായകർ, വലിയ സിനിമക്കാർ, വലിയ എഴുത്തുകാർ. കുഞ്ചൻനമ്പ്യാരെ പോലുള്ളൊരു എഴുത്തുകാരെന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷ കണ്ടെത്താൻ വലിയ പാടാണ്. കുഞ്ചൻനമ്പ്യാരുടെ കവിത വേറൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനും പാടാണ്. അതിൻ്റെ ആ സരസമായിട്ടുള്ള സമീപനമൊന്നും വേറെ ഭാഷയിൽ പക്ഷേ കിട്ടിയെന്നില്ല. അത്രയും വലുതാണ് നമ്മുടെ ഭാഷ മലയാളം. അത്രയും വലുത് 40 നദികളിങ്ങനെ ഒഴുകുന്ന ഒരു പ്രദേശം, ഫലഭൂയിഷ്ഠമായ പ്രദേശം, അധ്വാനിക്കുന്ന ജനങ്ങൾ, ഒരുപാട് നാടൻപാട്ടിൻ്റെ വലിയ ശേഖരമാണ്. മലയാള കവിത ഒരു പക്ഷേ ഉണ്ടായത് കടത്തനാടൻ പ്രദേശത്തായിരിക്കാനാണ് സാധ്യത. കടത്തനാട്ടെന്നാണ് എഴുതപ്പെടാത്ത ദീർഘങ്ങളായിട്ടുള്ള കവിതകൾ കണ്ടെത്തിയിട്ടുള്ളത്. തച്ചോടിപ്പാട്ടുകളായാലും അതുപോലെ ഉണ്ണിയർച്ചയുടെ പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകൾ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കർഷക തൊഴിലാളികൾ ഉണ്ടാക്കിയ പാട്ടുകളാണ്. അപ്പോൾ ഇത്രയും വിപുലമായൊരു ഫോക്ലോർ നമ്മളുടെ മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. മലയാളത്തിൻ്റെ അഭിമാനത്തോടെ നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്നൊരു കാര്യമാണ്. ഈ ഫോക്ലോറിനെ ആരെ സംരക്ഷിച്ചു? ഇപ്പോഴാണ് ഒരു ഫോക്ലോർ അക്കാഡമി ഉണ്ടാകുന്നത്. ഫോക്ലോർ അക്കാഡമി ഉണ്ടാവുകയും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരെ അവാർഡൊക്കെ കൊടുത്ത് അംഗീകരിക്കുകയും ചെയ്യുന്ന അടുത്ത കാലത്താണ്. 90 വയസ്സ് കൂടുതലുള്ള കൊല്ലത്തുള്ള ഒരാൾ, 90 വയസ്സ് കൂടുതലുള്ള ഒരാളാണ് അദ്ദേഹം. ഈ തോറ്റംപാട്ട് പാടുന്ന ഒരാളാണ്. ഇത്രയും 80 വർഷം പുള്ളി തോറ്റംപാട്ട് പാടി. 80 വർഷം തോറ്റംപാട്ട് പാടിയിട്ടും ആ ദൈവം പോലും പുള്ളിയൊന്നും അനുഗ്രഹിച്ചിട്ടില്ല. പക്ഷേ
ഈ ഫോക്ലോർ അക്കാദമി അദ്ദേഹത്തിന് അവാർഡ് കൊടുത്ത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് പുള്ളി അവാർഡ് വാങ്ങിക്കുമ്പോൾ പുള്ളി അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട്. ഇവരൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തെല്ലാം തരത്തിൽ ആരുടെയാ ഉത്തരവാദിത്വം? നമുക്കൊരു സാംസ്കാരിക വകുപ്പുണ്ട്, അതാണോ ചെയ്യേണ്ടത്? അവരാണോ ചെയ്യണം? ജനങ്ങൾക്ക് അത് ഈ ബോധം ഉണ്ടാകണം, ഇങ്ങനെ വേണം എന്നുള്ളൊരു ബോധം ജനങ്ങൾക്ക് ഉണ്ടാകണം. ഈ രണ്ട് തരം പാട്ടുകാരുണ്ടല്ലോ കേരളത്തിൽ. ഒന്ന് നിന്ന് പാടുന്ന ആൾക്കാർ, ഒന്ന് ഇരുന്ന് പാടുന്ന ആൾക്കാർ. ഇരുന്ന് പാടുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേക രീതിയിലുള്ള പാട്ടുകൾ മാത്രമേ പാടത്തുള്ളൂ. പക്ഷേ നിന്ന് പാടുന്ന ആൾക്കാർ അങ്ങനെയല്ല. നിന്ന് പാടുന്ന ആൾക്കാർ വയലിൽ നിന്ന് ഉണ്ടാകുന്ന പാട്ടുകളാണ് അവർ പാടുന്നത്. അപ്പോൾ ഈ നിൽക്കേണ്ടി വരിക എന്നുള്ളത് പണ്ട് തമ്പുരന്മാരുടെ മുമ്പിൽ ഇരിക്കാൻ പാടില്ലായിരുന്നു. നിന്നവരാണ്. അവരുടെ പാട്ടും നിന്നോട് തന്നെയാണ്, അവരുടെ കാക്കാരിശ് നാടകം നിന്നോട് തന്നെയാണ്, വെള്ളരി നാടകം നിന്നോട് തന്നെയാണ്. അപ്പം നിന്നുകൊണ്ട് കലാപ്രകടനം നടത്തുന്ന ആൾക്കാരും ഇരുന്ന് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് കലാപ്രകടനം നടത്തുന്നവരുണ്ട്. ഈ നിന്നുകൊണ്ട് കലാപ്രകടനം നടത്തുന്നവരാണ് ഇതിൻ്റെ അടിസ്ഥാനം. അത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൻ്റെ വലിയ സംഭാവനകളാണ്. ആ സംഭാവന തിരിച്ചറിയാൻ കേരളീയ അവബോധം നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, നമുക്ക് പാട്ട് നമ്മുടെ ജനസാമാന്യം ഏറ്റെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിൽക്കുന്നത്, ധൈര്യപൂർവ്വം നിൽക്കാൻ പറ്റുന്നത്. പക്ഷേ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. ഇത് നമ്മുടെ ഉത്തരേന്ത്യയുടെ ഒരു രീതിയിലോട്ട് നമ്മൾ പോകുകയാണോ ഇപ്പം? കേരളം ഒരു സഹിഷ്ണുതയില്ലായ്മ എന്നുള്ളത് നമ്മുടെ നാട്ടിലും കാര്യമായി ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഒരു ഭയം മുളച്ചു വരുന്നൊരു ഘട്ടമാണ് ഇത്. കാര്യം പ്രധാനമായിട്ടും ഹിന്ദു വർഗീയവാദം, അതാണ് ഏറ്റവും പ്രധാന വിപത്തായിട്ട് നമുക്കുള്ളത്. ഇതൊക്കെ നമ്മളെക്കാൾ മുമ്പേ സഹോദരനയ്യപ്പനൊക്കെ മനസ്സിലാക്കിയതാണ്. സഹോദരനയ്യപ്പൻ പറഞ്ഞാൽ ലിക്വിഡേറ്റ് ഹിന്ദുയിസമാണ്. ഹിന്ദുയിസം ജാതിയില്ലാതെ ഒരു ഹിന്ദുമതം ഇല്ല. അത് ഈ ഒരു കച്ചത്തുറുവിൻ്റെ വേര് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് അതിനകത്ത് സനാതനത്വമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് പുള്ളി പറഞ്ഞത്. അത് ഈ സാധനമേ വേണ്ട എന്നാണ് പറയുന്നത്. അത്രമാത്രം മനുഷ്യവിരുദ്ധമാണ്. അപ്പോൾ ആ ചിന്തയുണ്ടായ ഒരു കേരളമാണ്. അതിൽ നിന്നും നമ്മൾ അതിൻ്റെ മഹത്വങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. 10 തലയുള്ള ദൈവമുണ്ട്, 4 തലയുള്ള ദൈവമുണ്ട്, മകളെ കല്യാണം കഴിക്കുന്ന ദൈവമുണ്ട്, അതെല്ലാം ശരിയാണ് എന്നുള്ളൊരു വഴിയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. വലിയ അപകടകരമായ കാര്യമാണത്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ അല്ലാത്തവരോട് വളരെ വലിയ ദേഷ്യം അവർക്കുണ്ടാകുന്നു. പ്രധാനമായിട്ടും അഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ, ഒരു മതത്തിലും ഇല്ലാത്തവരുടെ പെർമനൻ്റ് ദേഷ്യമുണ്ട്. അത് അങ്ങനെ ഒരു സർക്കാർ ദിവസം പരിപാടിയുണ്ട്, സ്റ്റാൻഡിങ് ഓർഡർന്ന്. അതുപോലെ സ്റ്റാൻഡിങ് ഓർഡറാണത്. പക്ഷേ മുസ്ലിങ്ങളോട്, ക്രിസ്ത്യാനികളോട്, ബുദ്ധമതക്കാരോട്, സിഖുകാരോട്, അവരോടൊക്കെ ഇവർ പെടുത്തുന്ന നിലപാടെന്ന് പറഞ്ഞാൽ അവരാരും ഇന്ത്യക്കാരല്ല എന്നുള്ളൊരു തോന്നലാണ് അവർ പ്രവർത്തിക്കുന്നത്. വലിയ അപകടകരമായിട്ട് സംഭവമാണ്. ആ മതത്തിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ അംഗീകരിക്കുന്നില്ല. +2 പാസ്സായ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന സമയത്ത് +2 പാസ്സായ കുട്ടി വരുമ്പോൾ ഈ കുട്ടിയെ വിളിക്കാൻ ആര് പറഞ്ഞ് ചോദിക്കുന്ന മതപണ്ഡിതന്മാർ അവിടെയുണ്ട്. അത് മതത്തിൻ്റെ മതം സ്ത്രീ വിരുദ്ധമാണ്. എല്ലാ മതങ്ങളും സ്ത്രീ വിരുദ്ധമാണ്. എല്ലാ മതങ്ങളും മനുഷ്യ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതാണ്. അത് വേറെ വിഷയമാണ്. പക്ഷേ ഇപ്പോഴും അവരഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹിന്ദുമതത്തിൻ്റെ ആക്രമണോത്സുകത അവർക്ക് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ച് എന്നുള്ളതാണ്. ദളിതർ ഹിന്ദുക്കളല്ല. സ്വതന്ത്ര സമുദായം എന്നുള്ള പുസ്തകം വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ആരെല്ലാം അവിടെ ഹിന്ദു എന്നുള്ളത് വളരെ വ്യക്തമുണ്ട്. പറയുന്ന ഈ വെള്ളപ്പള്ളിയൊക്കെ പറയുന്ന ഇടവരുന്ന ഒരിക്കലും ഹിന്ദുക്കളല്ല. അപ്പോൾ ഹിന്ദുക്കളല്ല എന്നുള്ള ബോധ്യം ഇവർക്കുണ്ടാവണം. ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് ഒരുപാട് ആൾക്കാർ. ദളിതൻ്റെ പ്രശ്നങ്ങൾ ആര് പറയുന്നു? ഇപ്പോൾ ദളിതരുടെ ഒരു ഹർത്താൽ നടന്ന സമയത്ത് ഇടതുപക്ഷ കക്ഷികളൊക്കെ അതിനെ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ അതിനകത്ത് ഇടപെട്ടില്ലെങ്കിലും മൗനം കൊണ്ട് സമ്മതിച്ചിട്ടുണ്ട്. അതിനൊക്കെ അനുകൂലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ പ്രത്യക്ഷ പോസ്റ്റിട്ട് തന്നെ അതിനെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. അവരാദ്യമായിട്ട് കേരളത്തിൽ സംബന്ധം ഈ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആളുകളുടെ വർണ്ണം, നമ്മൾ ആ പങ്കെടുക്കുന്ന ആളുകളുടെ വർണ്ണം മനസ്സിലാക്കാൻ ഭയങ്കര രസമാണ്. മെലാനിൻ കൂടുതലുള്ള മനുഷ്യരാണ് മുഴുവൻ പങ്കെടുക്കും. വഴക്കട മുമ്പ് ഒരു കട അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ഈ കട അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ഒരു കട ഇവർ ആക്രമിക്കുന്നില്ല. ഇപ്പം പിന്നെ ഇവിടെ കാസർഗോട്ട് ഒരു ചെറുവത്തൂർ പഞ്ചായത്ത് ഹൗസിൽ ഇവർ വന്നിട്ട് വളരെ സൗമ്യമായിട്ട് പറയുകയാണ്, ഞങ്ങളോട് സഹകരിക്കണം, ഞങ്ങളൊരു കുഞ്ഞിനെ കൊന്നതിന് ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പോവുകയാണ്, അതിനുള്ള സമരമാണ്. ഇങ്ങനെയാണ് അവർ പറയുന്നത്. ഇങ്ങനെയൊരു ബന്ദ് കേരളം കണ്ടിട്ടുണ്ടോ? ബന്ദ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ട്രാൻസ്പോർട്ട് ബസ്സിനെ എറിയുക എന്നുള്ളത്. ഇത് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനെ എറിഞ്ഞില്ല. സാധാരണഗതിയിൽ ഈ പരീക്ഷകൾ മാറ്റി വയ്ക്കും. ആരെങ്കിലും ബന്ദ് പ്രഖ്യാപിച്ചാൽ പരീക്ഷ മാറ്റിക്കും. ഇതെന്തുകൊണ്ട് പരീക്ഷ മാറ്റി വെച്ചില്ല? അപ്പോൾ ഇതിവരല്ലേ അധസ്ഥിതരല്ലേ? സീരിയസ് ആയിട്ട് എടുത്തില്ല. അധസ്ഥിതരല്ലേ? എസ്റ്റാബ്ലിഷ്മെന്റ് സീരിയസ് ആയിട്ട് എടുത്തില്ല. മനുഷ്യർക്ക് സീരിയസ് ആയിട്ട് അതുകൊണ്ടാണ് അവർ കടയടക്കി ഓട്ടോറിക്ഷ ഓടാൻ. കാഴ്ചപ്പാടാണ് വളരെ അപകടകരമായ. എന്ന് പറഞ്ഞാൽ പഴയ ആ ഭാരങ്ങളൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
അവർ പുറത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ. പച്ചയായിട്ടൊക്കെ പറഞ്ഞാൽ അവർ ദളിതരല്ലേ, കുറച്ചുകൂടെ പച്ചയായിട്ട് പറഞ്ഞാൽ ജാതി അങ്ങ് പറയാം, അങ്ങനെ പറയുന്നവരല്ലേ. അവരിപ്പോൾ എന്ത് ഹർത്താലാകാനും ചെയ്യുന്ന ആര് കേൾക്കാനാണ് കേരളത്തിൽ എന്നുള്ളൊരു മനോഭാവമാണ് ഈ സമാധാനപരമായ ഹർത്താൽ നടത്തിയ ആൾക്കാർക്കെതിരെ കേസെടുക്കാൻ. ഹൈക്കോടതിക്ക് എന്ത് സന്തോഷം, സ്വമേധ പിന്നെ കേസെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. പതിവില്ലാത്തൊരാവേശമുണ്ട്, പതിവില്ലാത്തൊരാവേശം, എതിർക്കുന്നതിന് പതിവില്ലാത്തൊരാവേശം. ഇവർ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാക്കി. എത്രയോ ബന്ധുക്കൾ കണ്ടു, ഒരു മാസം 4 ബന്ധുക്കൾ കണ്ടൊരു കേരളമാണിത്. അപ്പോൾ അതിന് അപ്പോഴൊന്നും പ്രശ്നമില്ലായിരുന്നു. ഒരു ദളിത് വിദ്യാർത്ഥിയെ കൊല ചെയ്യപ്പെട്ടിട്ട് ആത്മഹത്യയല്ല, ഈ വിരുദ്ധ സാഹചര്യങ്ങളാൽ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാനും അതിനെ സത്യം കണ്ടുപിടിക്കാനും എല്ലാവരും എതിർക്കുന്ന അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ഒരു മാസത്തോളം കാത്തിരുന്ന ശേഷമാണ് അവർ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കേരളം കാണുന്ന ഏറ്റവും നവീനമായിട്ടുള്ള ഏറ്റവും പുതിയ ചില കാര്യങ്ങൾ. പക്ഷെ ഒരു ഭാഗത്ത് അത്തരം ഹർത്താലുകളും അത്തരം പുരോഗമനാത്മകം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ നടക്കേണ്ടത് നമുക്ക് തന്നെ തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ, മറുഭാഗത്ത് ഈ ജാതിവാൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഒരു കവിത തന്നെയല്ലേ. അപ്പോൾ ആ ജാതിയുടെ ഒരു വിചാരം അല്ലെങ്കിൽ മതത്തിൻ്റെ വിചാരം അതിങ്ങനെ വളരെ രൂഢമൂലമായ രീതിയിൽ അങ്ങനെ ഉറച്ചു പോവുകയല്ലേ ചെയ്യുന്നത്. അതല്ലേ കേരള സമൂഹം ഇപ്പോൾ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ഏറ്റവും പ്രധാനം എനിക്ക് വലിയ വിഷമം തോന്നിയിട്ടുണ്ടെന്ന് പറയാം, ഈ സിനിമാ നടികളുടെ ജാതിവാലുകളാണ്. മലയാള സിനിമയുടെ അമ്മ എന്നുള്ളത് PK റോസിയാണ്. അവർക്ക് ജാതിവാലൊന്നും ഇല്ലായിരുന്നു. രാജമ്മ എന്നായിരുന്നു അവരുടെ പേര്. വേറൊരു പേര് PK റോസി എന്നായിരുന്നു. അവർ ആദ്യമായിട്ട് അതിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു, അത് ക്യാപിറ്റൽ തിയേറ്ററിൽ അത് കാണിക്കുന്നു, ആ തിയേറ്റർ തന്നെ നശിപ്പിച്ച് കളയുന്നു, ആ സ്ത്രീ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നിട്ട് തൈക്കാട്ടുള്ള അവരുടെ വീട്ടിന് തീ വയ്ക്കുന്നു. അവർ തൈക്കാടുന്ന കരമനവരെ ഓടിയിട്ട് ഒരു ലോറിക്ക് കൈ കാണിച്ച് നിർത്തിയിട്ട് നാഗർകോവിലിൽ പോയി സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള അവരത് ആരോടും പറയാതെ ജീവിതം കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നു. PK റോസി എന്നാണ് അവരുടെ പേര്, രാജമ്മ എന്നാണ് അവരുടെ പേര്. അവരുടെ കൂടെ വാലില്ല. പക്ഷേ പുതിയ കലാകാരികൾ അവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നവരാണ്, എത്ര കഴിവുള്ളവരാണ്. പക്ഷേ അവർ ഈ ജാതിവാല് വെക്കുന്നതിൽ അഭിമാനിക്കുകയാണ്. ജാതിവാല് അഭിമാനകരമായ കാര്യമാണോ? ഈ ജാതി വയ്ക്കുന്നവരെ അറിയാം, ഈ ജാതി എന്താണ്? അത് സവർണ സമൂഹത്തിൻ്റെ അടയാളമാണ്. ഈ സവർണ സമൂഹം എന്താണ്? സവർണ സമൂഹം മറ്റു മനുഷ്യരെ അപമാനിച്ച സമൂഹമാണ്. അപ്പം ഇനിയും ആ വാല് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം മോശപ്പെട്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ജാതി വാല് വയ്ക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ആരും കുഞ്ഞുങ്ങൾക്ക് ജാതി വാല് വയ്ക്കരുത്. കുഞ്ഞുങ്ങളെ ജാതി ഇല്ലാതെ വളർത്താനുള്ള സാഹചര്യം നമുക്കുണ്ട്. സ്കൂളിൽ ചേർക്കുമ്പോൾ ജാതി വയ്ക്കണമെന്നില്ല. ഞാൻ എൻ്റെ കുട്ടികളൊന്നും ജാതി വെച്ചിട്ടില്ല. അങ്ങനെ വളർത്താൻ കുട്ടികളെ അങ്ങനെ വളർത്തുമ്പോൾ റിസർവേഷൻ പ്രശ്നത്തിനകത്തൊരു കാര്യം ഉണ്ടാകും. റിസർവേഷൻ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കത്തക്ക രീതിയിൽ രഹസ്യമായിട്ട് അവരുടെ പേരുവിവരങ്ങൾ സൂക്ഷിക്കാം. പരസ്യമായിട്ട് അവരെ അവമാനിക്കേണ്ട കാര്യമില്ല, ജാതി പറയാൻ അവമാനിക്കേണ്ട കാര്യമില്ല. ക്ലാസ്സിൽ ഇല്ല ഗ്രാൻഡ് കിട്ടുന്നതിന് മാത്രം എഴുന്നേറ്റില്ല, അങ്ങനെ കാര്യമില്ല. അല്ലാതെ തന്നെ അവരെ നമുക്ക് സഹായിക്കാതെ അവർ മുന്നോട്ട് കൊണ്ടുവന്നേ പറ്റൂ. അധികാരത്തിൽ പങ്കാളിത്തം എന്നുള്ളതാണ് പ്രശ്നം. അല്ല, സംവരണം ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമില്ല, അത് നടന്നിട്ടേ ഇല്ല. ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ നമ്മൾ പ്രത്യാശയോടെ നോക്കുന്ന ഗവൺമെൻറ് എത്ര SC/ST മന്ത്രിമാരുണ്ടായിരുന്നു ഈ പിന്നെ നമ്മളൊക്കെ അനുകൂലിക്കുന്ന മന്ത്രിസഭയിൽ? ഒരൊറ്റ SC ഇല്ല, ആ ഒരു ST മാത്രമേ ഉള്ളൂ. ആ ST കൊടുത്തു എന്നല്ലേ പറയുന്നത്. അങ്ങനെയല്ല. എന്നാൽ പല കാര്യങ്ങളിലും പുരോഗമന സ്വഭാവമുള്ളൊരു മന്ത്രിസഭയായിരുന്നു. 3 വനിതകളായിരുന്നു ഇത്തവണത്തെ മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. നേരത്തെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. 3 വനിതകൾ മന്ത്രിമാരായ ഒരു മന്ത്രിസഭയാണ്. പക്ഷേ ദളിതർക്ക് പ്രാതിനിധ്യം ഉണ്ടായില്ല. പിന്നെ ജയിക്കുന്ന ദളിതരാണെങ്കിൽ മൊത്തം ദളിതരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കേരളം സവർണയ്യപ്പൻ്റെ എത്രത്തെ ആ കാലത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളൊരു ഭയം തീർച്ചയായിട്ടും ഉണ്ട്. ഇതാരാണ് ഇതിനൊരു ഇത് ചൂണ്ടിക്കാണിക്കേണ്ടത്? സാഹിത്യകാരന്മാരാണോ? എഴുത്തുകാരുടെ ധർമ്മം? നേരത്തെ പറഞ്ഞ എഴുത്തുകാരൊക്കെ അവർ വളരെ ധൈര്യത്തോടെ എഴുതി. അവരോടാരും ഈവൻ ഈ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും അവർക്ക് വലിയ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ല ഈ കവിതകൾ എഴുതുമ്പോഴൊക്കെ, അല്ലെങ്കിൽ കഥകൾ എഴുതുമ്പോഴും. പക്ഷേ ഇന്ന് വളരെ പേടിച്ചാണ് ഓരോരുത്തരും അത് ചെയ്യുന്നത്, അല്ലേ? ആ ഒരു അവസ്ഥയില്ല ഇന്ന്. അങ്ങനെ തോന്നുന്നുണ്ടോ? അത് സർക്കാരാണ് അവരെപ്പോഴും ജയിലടച്ചെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് തെരുവിൽ ആക്രമിക്കപ്പെടും. ഇപ്പം ഞാനൊരു 5-6 തവണ ഇവരുടെ ആക്രമണത്തിന് വിധേയനായി. 36 ദിവസം പോലീസ് പ്രൊട്ടക്ഷനിൽ കഴിഞ്ഞ ഒരു വീടാണ് എൻ്റെ വീട്. 2 കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചടയമംഗലം കോടതിയിലും കൊട്ടാരക്കര കോടതിയിലും സംഘപരിവാർ ഞാനുമായിട്ട്. ഇതാണ് നമ്മുടെ ഒരവസ്ഥ. പിന്നെ ഈ സൈബർ ആക്രമണങ്ങൾ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. തെറിയാണ് മുഴുവൻ. അത് അവരുടെ പാഠം, നമ്മുടെ പാഠം വേറെ എന്നുള്ള നിലയ്ക്ക് ഞാനിങ്ങനെ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത്രമാത്രം മോശപ്പെട്ട സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് എല്ലാം മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്.
എഴുത്തുകാരൻ്റെ മാത്രമല്ല. മാത്രമല്ല എഴുത്തുകാരൊക്കെ അവരുടെ ജീവിതം കൊണ്ട് അങ്ങനെ പല ആളുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ സക്കറിയ, അല്ലെങ്കിൽ ഒവിഡിയൻ, അല്ലെങ്കിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഈ മതനിരപേക്ഷമായ ഒരു സമീപനം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാവുന്ന കണ്ടു നിൽക്കാവുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരാണ് ഏറ്റവും പ്രധാനം. അവരെയാണല്ലോ നമ്മളെല്ലാം റോൾ മോഡൽ. അവരെയും കറക്റ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. എഴുത്തുകാരനെ കറക്റ്റ് ചെയ്യണം, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. അധ്യാപകരാണ് വലിയ പ്രശ്നം. കുട്ടികളോട് എങ്ങനെ കുട്ടികളുടെ ഒരു മന്നം ജയന്തിക്ക് വരാതിരിക്കുന്ന ഒരു അധ്യാപിക, അവരുടെ കാസ്റ്റ് മനസ്സിലായില്ലേ? പണ്ട് റെസ്ട്രിക്റ്റഡ് ഹോളിഡേ ആയിരുന്ന സമയത്ത് ഇപ്പോൾ അത് മൊത്തത്തിൽ അങ്ങനെ ആയിട്ടുണ്ട്. ഇത്തരം ഹോളിഡേ ഒരു ദിവസങ്ങളേ ആവശ്യമില്ല. അതിനകത്തൊക്കെ നമ്മൾ അബ്ദുൽ കലാമിനെയൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. പുള്ളി മരിക്കുമ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ മരണദിവസം ഒരിക്കലും അവധി കൊടുക്കരുതെന്നാണ്. ഇതങ്ങനെയല്ല, ഏത് മതത്തിൻ്റെ ആളിനും അവധി കൊടുക്കുക എന്നുള്ളതാണ്. പണി ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാർ നിലപാടായിട്ട് വന്നിരിക്കുന്നത്. അത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയക്കാരൻ തിരുത്തണം, അധ്യാപകൻ തിരുത്തണം. അധ്യാപകൻ ക്ലാസ്സിൽ എങ്ങനെ പെരുമാറണം, അയാളുടെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം. അയാളൊരു അധ്യാപകൻ മതത്തിൻ്റെ വേഷത്തിൽ വന്നിട്ട് സെക്യുലർ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാൻ കുട്ടികളാരും വിശ്വസിക്കുന്നൊന്നുമില്ല. ലൈബ്രറിയന്മാർ ശ്രദ്ധിക്കണം. എടുത്തു കൊടുക്കുന്ന പുസ്തകങ്ങൾ ഒരാൾ അന്വേഷിച്ചെടുത്ത പുസ്തകവും ഒരു പക്ഷേ അവിടെ ഇല്ലെങ്കിൽ അതുപോലെയുള്ളൊരു പുസ്തകം എന്താണെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ധാരണ അവർക്കുണ്ടായിരിക്കണം. അവർ പുസ്തകം വായിക്കുന്നവരായിരിക്കണം. ഒരു സെക്യുലർ മാനസികാവസ്ഥ ഉള്ളവരായിരിക്കണം ലൈബ്രറിയന്മാർ. അതുപോലെ കുടുംബശ്രീ പ്രവർത്തകർ, സ്ത്രീകളുടെയാണല്ലോ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത്. ഈ പൊങ്കാലയ്ക്ക് പോയതെല്ലാം പെണ്ണുങ്ങളാണ്. പൊങ്കാലയ്ക്ക് പോയതൊരു മനുഷ്യന് എന്ത് ഗുണമുണ്ടായി? ആരുടെയെങ്കിലും DA വർദ്ധിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും സേവന വേതന വ്യവസ്ഥ വർദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും മാറ്റം ഉണ്ടായിട്ടില്ല. വെറുതെ അവിടെ പോയി അത്രയും സമയം കളയാമെന്നുള്ളതല്ലാതെ വേറെയാണ്. എന്നാൽ ഇത് സുരക്ഷിതമായിട്ട് നടത്താൻ പറ്റിയ ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കി കൊടുക്കുക. ഈ പണ്ട് അമ്മമാർ കഴിയുന്നതുപോലെ ഇരുന്നുള്ള അടുപ്പ്, അതിനകത്തൊക്കെ തീ പിടിക്കാൻ വലിയ സാധ്യത വളരെ കൂടുതലാണ്. ഉണ്ടായല്ലോ ശാരീരിക തീ പിടിക്കാൻ. അതിന് പകരം എന്തെല്ലാം ആധുനിക സൗകര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ തന്നെ പങ്കാളിയിട്ടിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ നഗരത്തിൽ കേന്ദ്രീകരിക്കേണ്ട. അപ്പം നഗരം എത്രമാത്രം മലിനമാവത്തില്ല. ഒരു ദിവസം കൊണ്ട് എല്ലാം കട്ടയം മാറ്റിയെന്നാണ് ഏറ്റവും വലിയ അഭിമാനകരമായ നേട്ടമായിട്ട് പറഞ്ഞത്. അതല്ലല്ലോ പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയക്കാരനെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അധ്യാപകനെ, ലൈബ്രറിയനെ, സാമൂഹ്യ പ്രവർത്തകനെ, കുടുംബശ്രീ പ്രവർത്തകരെ, കവികളെ, കലാകാരന്മാരെ, കവികൾ, എഴുത്തുകാരെന്നൊക്കെ പറയുന്നവർ ഈ അടുത്ത കാലത്ത് കണ്ട ചില കാര്യങ്ങൾ അവർ ഈ ഭരണ നേതൃത്വത്തിനെ സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ പ്രകീർത്തിക്കാനോ മുന്നിട്ടിറങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന ആളുകളെ നേരിട്ട് കണ്ട് നന്ദി പറയാൻ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടില്ലേ? കുറേ ആൾക്കാർ അങ്ങനെയുണ്ട്. അവരൊന്നും പൊതുസമൂഹം അംഗീകരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മൊത്തത്തിലുള്ള സമൂഹം അവരുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്കറിയാം. ഓരോ ഗവൺമെൻറ്, കേരളത്തിൽ തന്നെ ഓരോ ഗവൺമെൻറ് മാറി വരുമ്പോഴും അവർക്കൊക്കെ അനുകൂലിയോടെ നിൽക്കുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ എപ്പോഴും അനുകൂലിച്ചുകൊണ്ട് പോകുന്ന എഴുത്തുകാരാണ്. നമ്മളൊക്കെ ഒന്നിനും പുറകിന് പോയിട്ടില്ല. ഞാൻ ഈ സർക്കാരിൻ്റെ ഒരു ബോഡിയിൽ ഞാൻ അംഗമല്ല. അത്തരം വളരെ അപൂർവമായിട്ടുള്ള ആളുകളല്ലേ അല്ല, സാഹിത്യ അക്കാദമിയിൽ കുറച്ച് അംഗങ്ങളല്ലേ ഉള്ളൂ. വേറെ എഴുത്തുകാരെല്ലാം പുറത്തിരിക്കുന്നത്, ഭൂരിപക്ഷം പുറത്താണ്. ഇല്ല, സാഹിത്യ അക്കാദമി എന്നൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ്. അത് തീർച്ചയായിട്ടും അതൊരു നന്നായിട്ട് നടത്തേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് ഇറങ്ങാവുന്ന മോശമായിട്ട് കാര്യമല്ല. പക്ഷെ അതല്ലാതെ നമ്മൾ ഭരിക്കുന്നവരെ നേരിട്ട് ഒരു പണ്ടത്തെ രാജാക്കന്മാരെ ആസ്ഥാന കവികൾ പ്രകീർത്തിക്കുന്ന മാതിരി ഒരു ഇത് ചെയ്യുന്നത് എത്രമാത്രം ശരിയാണ്? അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നമുണ്ട്. ഇപ്പം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ വേറെ ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ അധികാരത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കവിത എഴുത്തുകാരൻ പറഞ്ഞത്, ഈ ഒരു സർക്കാർ ബോഡിയുടെ നേതൃത്വ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ അഭിപ്രായം പറയാൻ പാടില്ല. അതങ്ങനെ പറയാൻ പറ്റും. അവിടെയാണ് പ്രശ്നം. അപ്പം നമ്മൾ അറിയാതെ തന്നെ വിധേയരായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആ വഴിക്ക് പോകാതിരിക്കാൻ ഏറ്റവും നല്ലത്. അത് വേറൊരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഇന്ന് ഇന്ത്യ, അത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇന്നത്തെ ഇന്ത്യയെക്കുറിച്ച് എന്താ തോന്നുന്നത്? ഇന്ത്യ ഇന്നൊരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു വർഗീയ ശക്തികളിങ്ങനെ വല്ലാത്ത ഒരു എന്താ പറയുക രീതിയിലിങ്ങനെ കരാളഗ്രസ്തം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു ഇന്ത്യയാണെന്ന്. അതിനെക്കുറിച്ച് എങ്ങനെയാണ്? എനിക്കൊരു പ്രത്യാശയില്ല കേട്ടോ. അതായത് ഞങ്ങൾ യുക്തിവാദ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്താണ്. അപ്പോൾ പശ്ചിമബംഗാളിനൊക്കെ വന്ന് അന്ന് ഒരു പാട്ട് കവിത ഒരു ഗീതത്തോടു കൂടിയാണ് അത് ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ വരികൾ ഇങ്ങനെയാണ്: മനുഷ്യരാണ് നമ്മളെ വരും, മനുഷ്യരക്തമാണ് സിരകളിൽ, മനുഷ്യരാണ് നമ്മളെ വരും, മനുഷ്യരക്തമാണ് സിരകളിൽ, മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്ത രമ്യ കേരളം, മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ
മതവിമുക്ത രമ്യ കേരളം, കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം, മതവിമുക്ത രമ്യ കേരളം. ഈ ഗീതത്തിൽ മതവിമുക്ത രമ്യ കേരളം എന്ന് എഴുതുന്നതിന് പകരം മതവിമുക്ത രമ്യ ഭാരതം എന്ന് എഴുതാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഒരു പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ല. ഓരോ ദിവസം കഴിയുന്നവരും വർഗീയത കൂടി വരികയാണ്, മതാധിപത്യം കൂടി വരികയാണ്, മത തീവ്രവാദം കൂടി വരികയാണ്. അതുകൊണ്ട് സഹ്യവർദ്ധത്തിന് അപ്പുറത്തുള്ള പ്രദേശത്തെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രത്യാശയൊന്നും തൽക്കാലം ഇല്ല. ഓക്കെ, വളരെ സന്തോഷം. കുറച്ച് സമയം ഞങ്ങളോടൊത്ത് ചിലവഴിച്ചതിന് കനലിൻ്റെ